ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് ബെഡ്റൂം ക്ലീൻ ചെയ്യണം എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അതിനെ സഹായിക്കാൻ രണ്ടാമത്തെ മോനും കൂടെയുണ്ട്. അപ്പോൾ അത് കാണുന്നതിന് മുമ്പായിട്ട് ആദ്യമായി ചാനൽ കാണുന്നവർ ആരായിട്ട് സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ചെറിയൊരു ബെല്ല് വരും, ആ ചെറിയ ബെല്ലിലും കൂടി പ്രസ് ചെയ്താൽ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതേ തുടങ്ങിക്കഴിഞ്ഞ് ഇന്ന് താഴെയുള്ള ഞങ്ങളുടെ ബെഡ്റൂമാണ് ക്ലീൻ ചെയ്യണത്. അപ്പോൾ അവൻ തന്നെ എല്ലാം ഒക്കെ മാറ്റുന്നുണ്ട്. അപ്പം ഞാനവിടെ ഫോൺ ഉണ്ട്, അവിടെ ഫോൺ ഇരിക്കണതൊക്കെ ഞാനൊന്ന് തുടക്കണേണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ചെയ്യണത്. ഇന്നലെ ഇളയവനാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ക്ലീനിങ്ങിന്. അപ്പം ഇന്നലെ രണ്ടാമത്തെ ആൾ എക്സാമിന് പോയിരുന്നു. ഇന്നിപ്പോൾ അവന് എക്സാം ഒന്നും ഇല്ലായിരുന്നു. ഇനി ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് ഇനി അടുത്ത എക്സാം. അപ്പോൾ ഇതിൻ്റെ 4 വശത്തും കെട്ടിട്ടിട്ടല്ലേ നമ്മൾ ബെഡ്ഷീറ്റ് ഇടുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് കെട്ടഴിക്കാൻ പറഞ്ഞ് ആ സമയത്ത് ഞാൻ ജനലുകൾ രണ്ടും ഒന്ന് തുടച്ച്. അപ്പോഴേക്കും അവൻ ഡ്രസ്സിങ് ടേബിളിലുള്ള ചില്ലറ സാധനങ്ങളെല്ലാം താഴേക്ക് എടുത്ത് വെച്ച്. അപ്പോൾ അവിടെയൊക്കെ നല്ല പൊടിയുണ്ട്. കാരണം ഞങ്ങൾക്കിവിടെ ഞങ്ങളുടെ ഫ്രണ്ടിൽ ഇപ്പോൾ ഇത് ബ്രഷ് എൻ്റെ കയ്യിലായിപ്പോയി. കാരണം പെയിൻറ്റ് ബ്രഷേ അത് വെച്ച് ഇത് ക്ലീൻ ചെയ്യേണ്ടത്. അപ്പോൾ അവൻ അത് നോക്കിയില്ല, അവൻ തുണി വെച്ച് തന്നെ ക്ലീൻ ചെയ്യണേ. കാരണം ഞാൻ പെയിൻറ്റ് ബ്രഷ് കൊണ്ട് കട്ടിലിൻ്റെ ക്രാസി എല്ലാം തുടച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ ഈ പൊടി ഞങ്ങൾക്ക് ഒത്തിരി വരും. ഇപ്പോൾ ന്യൂസ് പേപ്പർ വെച്ചിട്ടാണ് അത് ക്ലീൻ ചെയ്യണത്. ഞാൻ പറയാറില്ലേ ഫ്രണ്ടിൽ ഗ്രൗണ്ടാണെന്ന് പറയാറില്ല. അപ്പോൾ ഈ ഗ്രൗണ്ടിൽ ഈ പറഞ്ഞ പോലെ കാർ ഡ്രൈവിങ് ഒക്കെ പഠിക്കുമ്പോൾ അതിൻ്റെതായ പൊടി പറക്കുമല്ല. പിന്നെ കുട്ടികൾ കളിക്കുകയും എല്ലാം ചെയ്യുന്നതുകൊണ്ട് ഫുട്ബോൾ കളിയും ക്രിക്കറ്റ് കളിയും എല്ലാം നടക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം പൊടി ഇങ്ങനെ പറന്ന് കയറിക്കൊണ്ടിരിക്കും. നമ്മളതിൽ 7 പ്രാവശ്യമൊക്കെ ഞാൻ തുടക്കുമെന്ന് പറഞ്ഞ കാര്യം ഇതാണ്. അപ്പോൾ ഈ കട്ടിലിൻ്റെ ക്രാസിലുള്ള ഇതെല്ലാം ഇന്നലെ ഞാൻ കാണിച്ച സെയിം സൊല്യൂഷൻ വെച്ച് തന്നെയാണ് ക്ലീനിങ് സൊല്യൂഷൻ വെച്ചിട്ട് തന്നെ ഇതാണ് തുടക്കണത്. ഇത്തിരി ചൂട് വെള്ളത്തിൽ ഒരിത്തിരി വിനാഗിരിയും 1 സ്പൂൺ എണ്ണയും സൺഫ്ലവർ ഓയിൽ കേട്ടോ. വെളിച്ചെണ്ണ ഇടരുതേ. വെളിച്ചെണ്ണ ഇട്ടിട്ടുണ്ടെങ്കിൽ ഉറുമ്പും പാറ്റയൊക്കെ സ്മെല്ല് ഇഷ്ടപ്പെട്ടിട്ട് വരും. അവർക്കതൊക്കെ ഇഷ്ടമാണ് ആ സ്മെല്ല്. അപ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിൽ ഇട്ടാൽ മതി. അതൊന്ന് മിക്സ് ചെയ്തിട്ട് തുടക്കുക. അതിട്ടിട്ട് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അഴുക്കൊക്കെ പോകും. അപ്പോൾ ഇതിപ്പോൾ വെറുതെ വെള്ളം മാത്രം മുക്കിയിട്ടാണ് കേട്ടോ തുടക്കണത് ഇവൻ. അപ്പോൾ ഇത് ഞാൻ ആ സൊല്യൂഷൻ ഇട്ടിട്ടാണ് തുടക്കണത്. അങ്ങനെ അവൻ അതൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ പണി തീർന്നേ. നല്ല ഈസി ആയിട്ടാണ് ഇന്ന് ഫാസ്റ്റായിട്ട് അവൻ ചെയ്ത് എല്ലാം നീറ്റായിട്ട് ചെയ്ത് കേട്ടോ. ഇത് കണ്ടോ പൊടിയിരിക്കണുണ്ടോ. അപ്പോൾ ആ സാധനങ്ങൾ കുറേ സാധനങ്ങളൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ ആവശ്യമില്ലാത്ത കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് മാറ്റണം. അതുമൊക്കെ മാറ്റി ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടാകും ഇതിനകത്ത്. അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് അപ്പോൾ ഈ രീതിയിൽ ബ്രഷ് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റണത്. എല്ലാം കോർണറിൽ ഒക്കെ കയറി ആ ബ്രിസിൽസ് കയറി അതെല്ലാം നീറ്റായിട്ട് വരും. തുണി കൊണ്ട് തുടച്ചാലൊന്നും ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ക്ലീൻ ആവില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ ഐഡിയ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ഇതുപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു ഓയിലിൻ്റെ ഒരു കോട്ടിങ് കൂടി ഇതിൽ നിൽക്കണതുകൊണ്ട് ഇത്തിരി തിളങ്ങി അതങ്ങനെ നിന്നോളും. അപ്പോൾ അതിനകത്ത് തിരിച്ച് വെക്കുന്ന സാധനങ്ങൾ തുടച്ചിട്ട് മാത്രം വെക്കുക. അനാവശ്യ സാധനങ്ങൾ കളഞ്ഞേക്കുക. അപ്പോൾ അതോടുകൂടി ആ ഡ്രസ്സിങ് ടേബിളിലെ പണികളൊക്കെ കഴിഞ്ഞ് ഇതോടെ അവർ പോയി. പിന്നത്തെ പണികളെല്ലാം ഞാൻ ഒറ്റക്കാണ് ചെയ്തത്. ഇത്രയും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ പോയി. ഇതൊക്കെ ഇനി നേരത്തെ കാണിച്ചിട്ടുള്ളതാണ്. 3 സെക്ഷനായിട്ട് ബോക്സുകളായിട്ട് ഞാൻ ട്രേ ആയിട്ട് ഇങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഒന്നും കലർന്നൊന്നും പോകില്ല. ഇപ്പം അത് അങ്ങനെ തന്നെ ഇരുന്നോളും. എപ്പോഴും എടുത്താലും അതുപോലെ തന്നെ ഇരുന്നോളും. അത് അങ്ങനെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ആരും കാണുമൊന്നുമില്ല. ഇതൊക്കെ കട്ട് ചെയ്തൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതാണ് കുറേ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വെച്ചേക്കുന്നത്. അപ്പം നമ്മളുടെ ഇനി ബെഡ്ഷീറ്റ് വിരിച്ച് കഴിഞ്ഞിട്ടാണ് അവൻ പോയത് കേട്ടോ. ബെഡ്ഷീറ്റും കൂടി വിരിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ കുളിമുറി ഉണ്ട് കഴുകാനായിട്ട്. അതെല്ലാം ഞാൻ തന്നെ ചെയ്തു കേട്ടോ. അവൻ പോയായിരുന്നപ്പോഴേക്കും. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് 4 വശത്തും ഇങ്ങനെ ഇട്ടിട്ട് വേണം കേട്ടോ ബെഡ്ഷീറ്റ് ഇടാനായിട്ട്. അപ്പം നമ്മളെല്ലാ ദിവസവും ഇങ്ങനെ എപ്പോഴും എഴുന്നേറ്റ് ആദ്യം ബെഡ്ഷീറ്റ് വലിച്ചിടുന്ന ഒരു ഏർപ്പാട് ഒഴിവാക്കാൻ പറ്റും. ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. രാവിലെ നമ്മൾ എഴുന്നേറ്റ് ഇങ്ങോട്ട് പോകുന്നാലും ബെഡ്ഷീറ്റ് ഇട്ട പോലെ തന്നെ കിടക്കും. അപ്പോൾ എൻ്റെ ഫസ്റ്റ് വീഡിയോ ഈ ബെഡ്ഷീറ്റ് വിരിക്കുന്നതായിരുന്നു. അതൊരു വീഡിയോക്ക് വേണ്ടി ചെയ്തതല്ല. ഞാനിതുപോലെ വിരിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ മോൻ്റെ അടുത്ത് പറഞ്ഞു ഒന്ന് വെറുതെ ചുമ്മാ എടുത്തോട്ടാന്ന് പറയാം. വീട്ടിൽ നിൽക്കുന്ന രൂപത്തിൽ തന്നെ ഒന്ന് അങ്ങനെ ആ ഒരു വീഡിയോ എടുത്ത് ഞാൻ പറഞ്ഞു ഇത് വെറുതെ ഇന്നൊന്ന് പോസ്റ്റ് ചെയ്ത് നോക്കാം, അപ്ലോഡ് ചെയ്ത്. അങ്ങനെ 1 മിനിറ്റത്തെ വീഡിയോ അങ്ങനെയാണ് എൻ്റെ ചാനൽ തുടങ്ങിയത്.
അപ്പം അന്ന് എൻ്റെ ചാനലിൽ ഞാൻ ആ വീഡിയോ അങ്ങനെ ഇട്ടപ്പോൾ തന്നെ ആദ്യം അക്ഷയ സജീവ് എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയാണ് പെട്ടെന്ന് തന്നെ ഒരു കമൻറ്റ് വന്നു, കൊള്ളാല ചേച്ചി, നല്ല ഐഡിയ എന്ന് പറഞ്ഞിട്ട് എനിക്ക് അതിശയം വന്നുപോയി. ആദ്യം ഒരു വീഡിയോ ഇട്ടതും എന്തോ സെക്കൻഡ്സ് അത്രേ ആയിട്ടുള്ളൂ, അപ്പം തന്നെ ഒരു കമൻറ്റ് വന്നു. ഒരുപാട് അത്ഭുതപ്പെടുത്തി എനിക്ക്. ഞാനെപ്പോഴും ആ കുട്ടീനെ മറക്കാതെ അതിനെ ഓർക്കാറുണ്ട്. അക്ഷയ സജീവൻ എൻ്റെ ആദ്യത്തെ കമൻ്റ് ഇട്ട ആളാണത്. അപ്പോൾ ഈ പില്ലോ കവർ ഇടലൊക്കെ ഇവർ സ്ഥിരം ചെയ്യുന്ന പണിയാണ്. ഞാൻ ബെഡ്ഷീറ്റ് ഇടാൻ സഹായിക്കും, പക്ഷെ പില്ലോ കവർ ഇവർക്ക് കൊടുത്തേക്കും, ഇട്ടിട്ട് കിടന്നോളാൻ പറയും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് പൊടി ഉണ്ടായിരുന്നിട്ട് അത് ഞങ്ങൾ മറന്നിരിക്കണമായിരുന്നു. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത്, പിന്നെ ഇവിടെ ഫാനൊക്കെ നേരത്തെ ക്ലീൻ ചെയ്തതുകൊണ്ട് അത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അതിൻ്റെ മുകളിലത്തെ കബേർഡുകൾ നേരത്തെ ക്ലീൻ ചെയ്തിരുന്നു, 2 ദിവസം 3 ദിവസമൊക്കെ ആയിട്ടുള്ളൂ അത് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ അതിനൊന്നും മെനക്കെട്ടില്ല, അല്ലെങ്കിൽ അതുമൊക്കെ ചെയ്യണമായിരുന്നു. അപ്പം ഞാൻ ദേ കുളിമുറിലേക്ക് കയറി, അവരൊക്കെ പോവുകയും ചെയ്ത്. മോനുണ്ട് കേട്ടോ, ഇളയവനാണ് ഇത് പിടിച്ചത്, മറ്റേവൻ പോയി. അപ്പം അവനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പം അവൻ ഇന്ന് ഇവർ രാവിലെ ക്ലാസ്സില്ലാത്ത ദിവസങ്ങളിൽ പിള്ളേരിങ്ങനെ ബീച്ചിലേക്ക് പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ ബീച്ചിലൊക്കെ പോയിട്ട് വന്നിട്ട് ഇളയവൻ ഒരു ഇത്തിരി ടയർഡായിപ്പോയി. കാരണം അവിടെ ഇവരെ കുളിമുറി കഴുകുന്നത് ഈ ഒരു രീതിയിലാണ്. ഞാൻ ഹാർപ്പിക്ക് മാത്രമേ എല്ലാത്തിനും യൂസ് ചെയ്യുള്ളൂ. ഈ നമ്മളുടെ ഒരുപാട് പ്രൊഡക്ട്സ്, ക്ലീനിങ് സപ്ലൈസ് ഒരുപാട് ഇത് ഇപ്പോൾ ഒത്തിരി പ്രൊഡക്ട്സ് പുതിയതായിട്ട് ഇറങ്ങുന്നുണ്ട്. ഞാനതൊന്നും മേടിക്കാറില്ല. കാരണം നമ്മൾക്കറിയാം നമ്മൾക്ക് എന്താ ആവശ്യമുള്ളതെന്നുള്ളത്. എനിക്കൊരു കേടും ഇതുവരെ വന്നിട്ടില്ല. ഈ ഹാർപ്പിക്ക് മാത്രമാണ് ഞാൻ യൂസ് ചെയ്യണത്. ഒരു ബുദ്ധിമുട്ടും എനിക്ക് ഉണ്ടായിട്ടില്ല. 10-12 വർഷം പഴകിയ കുളിമുറിയും ഒക്കെയാണ്. ഒരു കുഴപ്പം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. എല്ലാത്തിനും ഹാർപ്പിക്ക് മാത്രം. ഇറങ്ങുന്ന പ്രൊഡക്ട്സ് മുഴുവൻ മേടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളുടെ കീസ കാര്യമാകും, അല്ലാതെ വേറൊരു ഇതുമില്ല. അപ്പോൾ അതേ ഇതിങ്ങനെ തുണി കൊണ്ട് ക്ലീൻ ചെയ്യണതായിരിക്കുള്ളൂ ഏറ്റവും ഈസി. കാരണം എല്ലാ സ്ഥലത്തും അത് ടച്ചായി ക്ലീനായിട്ട് വരും, അതിൽ പോറലും വരില്ല, ഒരു കുഴപ്പമില്ല. പിന്നെ അകത്ത് മാത്രം നമ്മൾ ബ്രഷ് ഇട്ടൊന്ന് കഴുകിയാൽ മതി, ക്ലോസറ്റിൻ്റെ അകത്ത്. അപ്പോൾ ഇത് ഇത്തിരി ഈസി ആയിട്ട് കുറച്ച് ഏരിയ കവർ ചെയ്യും. നമ്മൾ ഓരോ നീങ്ങുമ്പോഴും ഓരോ ഏരിയ കവർ ചെയ്ത് പോകും പെട്ടെന്ന് തന്നെ. അപ്പോൾ അതൊരു നല്ല ഏർപ്പാടാണ്. ഇങ്ങനെ ക്ലോസറ്റിൻ്റെ പുറം വശമൊക്കെ ഈസി ആയിട്ട് കഴുകുക. എന്നിട്ട് അത് ഒന്ന് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് മടക്കി മാറ്റി വെച്ചാൽ മതി. ഒരു ആവശ്യം വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും എടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ സോപ്പ് കുറച്ചുകൂടെ പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ പഴയ സ്ക്രബ്ബർ എടുത്തുകൊണ്ട് വന്നിട്ട്, സോപ്പല്ലേ കുഴപ്പമില്ലല്ലോ, അത് പതഞ്ഞ് നല്ല നീറ്റായി അവിടെ തഴുക്കും പോകും, സോപ്പിൻ്റെ ഉണങ്ങി പിടിച്ചതൊക്കെ പോവുകയും ചെയ്യും. പിന്നെ അകത്ത് ഞാൻ ഏറ്റവും അവസാനമാണ് കഴുകിയിട്ട് അത് മൂടിയിട്ടേക്കും. അത് പിന്നെ ആരെങ്കിലും ഉപയോഗിക്കാൻ കയറുമ്പോൾ മാത്രമാണ് അത് ഫ്ലഷ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഹാർപ്പിക്കിട്ട് കഴുകിയതൊക്കെ എനിക്ക് ഇങ്ങനെ ബ്രിസിൽസുള്ള ബ്രഷ് ഒന്നും ആവശ്യമില്ല കേട്ടോ. ഈ അത് വാളിൻ്റെ ടൈൽസ് കഴുകാനായിട്ട്. കാരണം അതിൽ അത്ര അഴുക്കൊന്നും ഉണ്ടാവില്ല, ഞാൻ എപ്പോഴെപ്പോഴും കഴുകുന്നതുകൊണ്ട് അത്ര അഴുക്കൊന്നുമില്ല. അപ്പോൾ അഴുക്കുള്ളവർക്ക് ബ്രിസിൽസുള്ള ബ്രഷ് തന്നെ യൂസ് ചെയ്യണം. എന്നിട്ട് ഇത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒന്ന് കഴുകി തീർന്ന് അത്രയൊക്കെ ഉള്ളൂ. ചൂലുകൊണ്ടൊന്ന് അടിച്ചു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ ഒരു 2-3 പ്രാവശ്യം ഒരു ദിവസം കഴുകുന്നതാണ് ഈ ഫ്ലോറ്. എനിക്ക് പേടിയാണ്, ആരെങ്കിലും തെന്നി വീണാല എന്നുള്ള ഒരു പേടിയാണ് എനിക്ക്. ഇത് നമ്മൾ അത് കഴിഞ്ഞു. അതിന് ശേഷം ഇപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമായിരിക്കും, ഇങ്ങനെയുള്ള മതിലിൻ്റെ അരികിലുള്ള ഈ സ്ഥലങ്ങളിൽ ഒരുപാട് പൊടി വീണ് കിടക്കും. അപ്പം അതും ഈ രീതിയിൽ ബ്രഷ് വെറുതെ വെള്ളത്തിൽ മുക്കിയിട്ട്, അല്ലെങ്കിൽ വിനാഗിരി വെള്ളത്തിൽ മുക്കിയിട്ട്, ഏതായാലും എണ്ണ ഇടണ്ട അതിൽ, വെറുതെ വെള്ളത്തിൽ അല്ലെങ്കിൽ വിനാഗിരി ഇട്ട് ചൂടുവെള്ളം മുക്കിയിട്ടാണെങ്കിൽ ഏറ്റവും നല്ലതാണ്, അഴുക്ക് പെട്ടെന്ന് പോകും. അപ്പോൾ ആ രീതിയിൽ ആ മതിലിൻ്റെ അരികിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്, അപ്പോൾ എല്ലാ പൊടിയും പോയില്ലേ. പിന്നെ എല്ലാം കൂടി ഒന്ന് അടിച്ച് വാരിയെടുത്ത് അടുത്തതായിട്ട് നമ്മൾ തുടച്ച് കഴിഞ്ഞപ്പോൾ തീർന്നില്ലേ കാര്യങ്ങൾ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും പോയിട്ടാണ്. ഇത് ഷൂട്ട് ചെയ്യാനും ആരുമില്ല, ഒന്നുമില്ല. ഞാനവിടെ ഒരു സ്റ്റാൻഡിൽ, ട്രൈപോഡ് സ്റ്റാൻഡിൽ അവിടെ എടുത്ത് വെച്ചതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ, ആ വാതിലിൻ്റെ അതൊക്കെ എപ്പോഴും ഞാൻ കാണിക്കുന്നതാണ്. വാതിലിൻ്റെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ മാറാമ്പലുണ്ടാകും, ചെറുതായിട്ടുള്ള, അതൊക്കെ അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തേക്കാം. ഇത് ഈസിയാണ്. ഈ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ തുടച്ചാലൊന്നും അഡ്ജസ്റ്റ് ഒന്നും കയറില്ല, ക്ലീൻ ആകില്ല, ഉറപ്പാണ് ആ കാര്യം. ഇതെല്ലാം കഴിഞ്ഞ് ക്ലീനായ കാര്യങ്ങളാണ് ഞാൻ ഈ കാണിക്കുന്നത്. എല്ലാം ക്ലീൻ ആയില്ലേ ഇപ്പോൾ?
ഞങ്ങളുടെ എല്ലാ കുളിമുറികളും ചെറുതാട്ടോ, അങ്ങനെ ബാത്ത് ടബ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വെക്കാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. അതൊക്കെ ഞാൻ തന്നെ ക്ലീൻ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചിന്ത എനിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടൊന്നും തന്നെ വെക്കാൻ സമ്മതിച്ചിട്ടില്ല. ഏരിയ കൂടുന്തോറും നമ്മൾ കിടന്ന് ബുദ്ധിമുട്ടേണ്ടി വരുമോ എന്നുള്ളത് എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. വേണ്ടവൻ അവിടെ കിടക്കുന്നുണ്ട് റൂബിക്കുട്ടി. അപ്പം ഇതേ ഉള്ളൂ, ഇത് കഴിഞ്ഞ് ഇതിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ്. അപ്പോൾ കർട്ടനൊക്കെ ഞങ്ങൾ കൊല്ലത്തിൽ ഒരിക്കലും എടുക്കാറുള്ള കേട്ടോ. ഈ കർട്ടൻ അങ്ങനെ എടുക്കാൻ പറ്റാത്ത കർട്ടനാണ്. എപ്പോഴും എടുത്തു കഴിഞ്ഞാൽ അതിൽ കുറേ ചെറിയ ചെറിയ പിൻസും ക്ലിപ്പുകളൊക്കെയാണ്. അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ബുദ്ധിമുട്ടാണ് എപ്പോഴും. അത് പറ്റില്ല എടുക്കാനായിട്ട്. അങ്ങനെയൊന്നും കൊല്ലത്തിൽ അവർ പറഞ്ഞേക്കണത് 2-3 കൊല്ലം കഴിയുമ്പോൾ മാത്രം എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഇത് സെറ്റ് ചെയ്ത് തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം, അത് അതിൻ്റെ മുകളിലൊക്കെ കുറേ തൊങ്ങലും കാര്യങ്ങളും രാജാപ്പാർട്ട് പോലത്തെ ഫാഷനൊക്കെയാണ്. അതൊക്കെ ഞങ്ങൾ അഴിച്ചു മാറ്റിയതാന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇതേ മോൻ തന്നെ വൈകുന്നേരം ഇതൊക്കെ പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കേക്ക് ഉണ്ടാക്കണേണ്. അത് മദ്രാസമയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഇതില്ലേ, സ്റ്റെഫിയുടെ ഒരു ചാനലില്ലേ, ആ ചാനലിൽ ഇന്ന് ചെയ്ത കേക്കാട്ടോ അത്. ആ കേക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് അത് ഉണ്ടാക്കാം, അത് കൊള്ളാം. പക്ഷെ ഇത് സ്റ്റെഫി കണ്ടതിനെ ഓടിച്ചിടും. അതുകൊണ്ട് പിന്നെ ഇത് ഞങ്ങൾക്ക് വീട്ടിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി. അതുകൊണ്ട് ഞാൻ അളവ് കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മദ്രാസമയിൽ കയറി നോക്കിയാൽ കറക്റ്റ് അളവ് ആ കൊച്ച് കാണിക്കുന്നുണ്ട്. നല്ല ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് ആ കൊച്ച്. ഞാനപ്പോൾ അത് ഇന്നിപ്പോൾ ഇട്ടതാണ്, ഇന്നത്തെ അപ്ലോഡായിരുന്നു ആ കുട്ടിയുടെ. നല്ലതായിട്ട് കാണിച്ചായിരുന്നു. ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഞാൻ പാനൊന്നും എടുത്തൊന്നുമില്ല. ആ കുട്ടി ചെയ്ത പോലെ തന്നെ ഈ പറഞ്ഞ ഒരു നോൺ സ്റ്റിക്കിൻ്റെ തവയിൽ ഇങ്ങനെ ചെയ്യാനാണ് ആ കുട്ടി കാണിച്ചത്. അപ്പം അതുപോലെ ഞാൻ ചെയ്ത് നോക്കിയതാണ്. അപ്പം ഇത് മോൻ തന്നെ ചെയ്തിട്ടാണ് അവർ. അപ്പോൾ ഇത് ഞങ്ങൾ വൈകുന്നേരം ഇപ്പോൾ ചായ ഉണ്ടാക്കിയില്ലായിരുന്നു. ഈ പണിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഈ കേക്കും ഉണ്ടാക്കി ജ്യൂസും ഉണ്ടാക്കിയിട്ടാണ് കഴിച്ചത്. അപ്പോൾ ഇത് ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് ഇതിലേക്ക് ഡയറക്റ്റ് എടുത്തിട്ട് ഒഴിക്കുകയും ചെയ്തത്. വേറെ പാത്രങ്ങളൊന്നും ഉപയോഗിച്ചില്ല, ഇങ്ങനെ തന്നെ ഒഴിച്ച്. ഇന്നിപ്പോൾ അവനെ കൊണ്ട് തന്നെ ചെയ്യിച്ചിട്ട് അവന് ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഞാൻ കേക്ക് ഉണ്ടാക്കുമ്പോഴെല്ലാം ഇവനാണ് മിക്സ് ചെയ്യാനൊക്കെ വന്നിട്ട്. രണ്ടുപേരും ചെയ്യും. കേക്ക് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഇവരാണ് വന്നിട്ടെല്ലാം ചെയ്ത് തന്നത്. അപ്പോൾ ഇത് നേരെ തന്നെ അടുപ്പിലേക്ക് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആയുള്ളൂ കേട്ടോ. അത് നന്നായിട്ട് വന്നായിരുന്നു. 15 മിനിറ്റ് കൊണ്ട് നല്ല കുഴപ്പമില്ല. പിന്നെ എന്താ, ആ കുട്ടി നല്ല ഇത്തിരി വലിയ വട്ടമുള്ള പാനിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അത് കറക്റ്റ് ഇങ്ങനെ കറക്റ്റ് പൊക്കത്തിലാണ് കിട്ടിയത്. ഇതെനിക്ക് നടുവ് ഇത്തിരി പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച പോലത്തെ ഷേപ്പ് വന്നില്ല. ഇത് ഒരേപോലെ ഇങ്ങനെ കിടക്കണം, ഒരേ കനത്തിൽ ചുറ്റും കിടക്കണം. അപ്പോൾ ആ കുട്ടി പറയുകയും ചെയ്ത് ഇങ്ങനെ അളവ് കൂടുതലെന്നുണ്ടെങ്കിൽ 2ആയിട്ട് എടുക്കണമെന്ന്. ഞാൻ അതൊന്നും ചെയ്തൊന്നുമില്ല. ഞാൻ മൊത്തത്തിൽ അങ്ങോട്ട് ഒഴിച്ച് എനിക്ക് അങ്ങനെയൊക്കെ. അപ്പോൾ ഇത് 15 മിനിറ്റ് കൊണ്ടായിട്ടാ. 15 മിനിറ്റ് മതി. പക്ഷേ ഏറ്റവും സിമ്മിൽ തന്നെ ഇട്ട് വെക്കുക, അല്ലെങ്കിൽ അടി ഭയങ്കരമായിട്ട് കരിഞ്ഞു പോകും. എന്തായാലും ഇപ്പോൾ നമ്മൾ ഒന്നും ചെയ്യണ്ട, പെട്ടെന്ന് തന്നെ അതിനകത്ത് നിന്ന് വിട്ടു പോകുന്നില്ലേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം കേട്ടോ. കണ്ട, ഇതിൻ്റെ അടിവശമൊക്കെ നല്ല ഇതായിട്ടിരുന്ന് വെച്ച്. പക്ഷേ ആ കുട്ടി ചെയ്തപ്പോഴത്തേക്ക് ഇങ്ങനെ ഇതിൻ്റെ ഒരു നടുവശം പൊങ്ങിക്കണണ്ട, അത് പോലെയല്ല പരന്നായിരുന്നു വെച്ച്. അപ്പോൾ 2 മാങ്ങ എടുത്തിട്ട് അതിനകത്തേക്ക്, എനിക്ക് പാലൊഴിക്കുന്നത് ഇഷ്ടമല്ല, മിൽക്ക് ഷേക്ക് ഞാൻ കഴിക്കില്ല, എനിക്ക് ഛർദ്ദിക്കാനൊക്കെ വരും. അതുകൊണ്ട് വെറുതെ വെള്ളത്തിൽ പഞ്ചസാര, ഒരു നുള്ളുപ്പും ഐസ് ക്യൂബും കുറച്ച് വെള്ളവും മാങ്ങ 2 ഇട്ട് ഞങ്ങൾക്ക് 4 പേർ കറക്റ്റായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു വൈകുന്നേരം. അപ്പോൾ ഈ കേക്കിൻ്റെ അകത്ത് എൻ്റെ കയ്യിൽ കുറച്ച് വിപ്ഡ് ക്രീം എടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. വിപ്പ് ചെയ്ത് വെച്ചിട്ട് കുറച്ചധികം ദിവസമായി. അപ്പോൾ ഞാനത് വെറുതെ ഇരിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതെടുത്തിട്ട് ഇങ്ങനെ ചെയ്ത്. അപ്പോൾ സ്റ്റെഫി ചെയ്തത് വേറെന്തോ ആയിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ ചെയ്തില്ല, കാരണം അത് ജാമായിരുന്നു, അത് എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ആ ക്രീമാണ് വെച്ചത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ക്രീമും. അപ്പോൾ കുറച്ച് ചോക്ലേറ്റ് എടുത്തിട്ട് ഉരുക്കിയിട്ട് അതും കൂടി അതിൻ്റെ മീതെയൊക്കെ വെച്ച് പിള്ളേർക്കും ഇഷ്ടമായി അതൊക്കെ. പിന്നെ അങ്ങനെ അധികം ഓരോ പീസ് തിന്നപ്പോൾ തന്നെ എല്ലാവർക്കും മതിയായി. കുറച്ച് വേസ്റ്റൊക്കെ, വേസ്റ്റല്ല ലെഫ്റ്റ് ഓവർ വന്നതൊക്കെ ഇളയവനൊക്കെ കഴിച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വന്നത്. അപ്പോൾ ഇതായിരുന്നു വൈകുന്നേരം കഴിച്ചത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ തന്നെ അറിയിക്കുക. താങ്ക് യു.